നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നൈറ്റി കണ്ടാലോ? ഒത്തിരി നാളായില്ലേ നൈറ്റി കാണിച്ചിട്ട്. നൈറ്റി കാണാം. ഇതിപ്പോൾ കാണിക്കുന്നതെല്ലാം എക്സൽ ആണ്. സ്ക്രീനിൽ എഴുതുമെന്ന് വിചാരിക്കുന്നു. എക്സൽ സൈസാണ്. റേറ്റും സ്ക്രീനിലുണ്ട്. നിങ്ങൾ റേറ്റും നമ്പരും പ്രൈസും കൂടെ കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ. ഇതാണ് ആദ്യത്തെ നൈറ്റി. ഇതിപ്പോൾ ചുരിദാർ കട്ട് നൈറ്റിയാണ്. നല്ല കോട്ടൺ നൈറ്റിയാണ്. ഇങ്ങനെ ഒരു ചുരിദാർ കട്ടായിട്ട് ചുരിദാർ കുറച്ചും കൂടി പക്ക നൈറ്റി മോഡലിൽ പോകാതെ ഇങ്ങനെ ഒരു യോപ്പായിട്ടൊരു നെറ്റിൻ്റെ ഒരു വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്ത്. അതിൻ്റെ വെറൈറ്റീസ് കാണിക്കാം. ഇതിപ്പോൾ ഒരു മെറൂൺ കളറ്, അടുത്തത് ബ്ലൂവേ കണ്ടോ. നല്ല നല്ല കോട്ടൺ ആണ്. സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയൽ അല്ല. ഇതുപോലെ വർക്ക് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോൾ കാണിക്കുന്ന ഇതെല്ലാം നൈറ്റി കട്ടാണ്. സോറി നൈറ്റി കട്ട് അല്ല, ചുരിദാർ കട്ട്. എനിക്ക് എപ്പോഴും മാറിപ്പോകുന്നേ. നൈറ്റി കട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഉള്ളതല്ലേ, എനിക്കത് മാറിപ്പോകും. ചുരിദാർ കട്ട് കേട്ടോ. ഇതിങ്ങനെ അടുത്തത് ഇങ്ങനെ ഇവിടെ ഒരു യോക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഡയമണ്ട് പോലെ. എൻ്റെ ഇവിടെ ഇവർ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മൊത്തം മുടി നരച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് മുടി നരയൊക്കെ ഉണ്ട് കേട്ടോ. അത് ചെറിയ പ്രായത്തിൽ തുടങ്ങിയ പ്രായം കൊണ്ട് നരച്ചതൊന്നുമല്ല. ശരിക്കും പറഞ്ഞു പറഞ്ഞല്ല, ശരിക്കും പറഞ്ഞു അകാലം നരയെന്ന് പറയും. എൻ്റെ മോന് ചെറിയ മോന് 14 വയസ്സുള്ളവന് മുടി നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ. എൻ്റെ മുടിയൊക്കെ ഇഷ്ടമാണ്, നിങ്ങളൊക്കെ എന്നും കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ നരച്ചതല്ല, ചുമ്മാ ഒരു രസം. ചില സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ അതിന് എന്ന് പറയുന്നത്. ഇതാണ് നൈറ്റി. ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത നൈറ്റി. ഇതിനെല്ലാം ഒത്തിരി പീസസ് വെച്ചല്ല ഉള്ളത്, പല ഡിസൈൻസിൽ ഒത്തിരി എണ്ണം ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെണ്ണം കാണിക്കുക. അപ്പം ഈ നൈറ്റി തന്നെ ഒത്തിരി എണ്ണം ഉണ്ടെന്ന് വിചാരിക്കരുത്. അപ്പോൾ വേറേതായിട്ട് ഇപ്പം 4-5 എണ്ണം ഒക്കെ എനിക്കറിയാം. 5, 8, 10 എണ്ണം വെച്ച് ഒക്കെ ബുക്ക് ചെയ്യുന്നവരുണ്ട്. ഒരു നൈറ്റി ആയിട്ട് വാങ്ങിക്കുന്നവർ വളരെ കുറവാണ്. അത് വേറെ കൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെയാണ് സാധാരണ നൈറ്റിയുടെ ഇത് കാണിക്കുമ്പോഴെല്ലാം അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ഒരുപോലത്തെ നൈറ്റികൾ ഒത്തിരി എണ്ണം ചിലർ വാങ്ങിക്കുകയും അതെന്തിനാന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വാങ്ങിക്കാനില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചെണ്ണം ഉണ്ട്, ഒത്തിരി സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ വെറൈറ്റി ആയിട്ടും എണ്ണം കൂട്ടിയിരിക്കുക. ഇത് അടുത്തത് ഒരു കോട്ടൺ നൈറ്റി, ഇങ്ങനൊരു ഡിസൈൻ. ഇതെല്ലാം നൈറ്റി കട്ടാണ്. കോഫി നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഇച്ചിരി വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും വീട്ടിൽ സ്ഥിരമായിട്ടുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇടാം. അജ്രക്ക് പ്രിന്റ്. ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ. ഇതിന് ഇച്ചിരി ലെങ്ത് ഓവറായിട്ട്, മറ്റേതിനൊക്കെ ഒരു ലെങ്ത് കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇത് ലെങ്ത് കുറവെന്ന് പറയുന്നത് ഇത്ര ലെങ്ത് ഉണ്ട്, ഇത്ര. അതായത് അതിൻ്റെ അർത്ഥം ലെങ്ത് കുറവാന്നല്ല, ഓൾട്ടർ ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, വേറെ ഒന്നുമല്ല. അടുത്ത ഇത് അജ്രക്ക് പ്രിന്റ് വരുന്ന ഒരു നൈറ്റി. നല്ല നൈറ്റീസാ, ആർക്ക് കണ്ടാലും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടും, അതിനൊരു സംശയമില്ല. അല്ലേ ഇപ്പൊ കാണിച്ചേ? സൈസ് വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്നാ ഇല്ല, കളർ വ്യത്യാസമുണ്ട് കേട്ടോ, ചെറിയ വ്യത്യാസമുണ്ട്. അത് കോഫി, അതൊരു ഗ്രേപ്പിന്റെ കളറും ഇതൊരു കോഫിയുടെ കളറും. ചെക്ക് കണ്ടോ, ചെക്ക് ഡിസൈൻ വന്നിട്ട് മെറൂൺ കളറാണ്. നേവി ബ്ലൂ ഇടുമ്പം ഡാർക്കായി പോകുമെന്ന് പേടിക്കണ്ട. ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഇത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് ക്ലിയറാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ കേട്ടോ, ഞാൻ ചുമ്മാ തള്ളി മറിക്കുന്നതല്ല, ശരിക്കും പറഞ്ഞു. ഡിസൈൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി എല്ലാം സെയിമാണ്. തുണി സെയിമാണ്, മെറ്റീരിയൽ സെയിമാണ്, വിലയും സെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകപ്പാടെ കളറിലും ഡിസൈൻസിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇതൊരു ഡാർക്ക് പർപ്പിൾ അല്ല, മെറൂൺ ബ്രൗൺ
എത്ര കളർ പറഞ്ഞല്ലേ, ഒരെണ്ണം തന്നെ റിപ്പീറ്റ് ആകുന്നുണ്ടോ എന്ന് എനിക്ക് എവിടെയൊക്കെയോ ഡൗട്ട്. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പച്ച ഒരു നൈറ്റിയായിട്ട് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് നഷ്ടം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. ഒരു 2 നൈറ്റിയൊക്കെ ഒരു ഷിപ്പിംഗ് ചാർജ് പോകും. ഈ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. ഇത് പിന്നെ ഓവറായിട്ടുള്ള വെയിറ്റ് ഒന്നും ഇല്ല, വെയിറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ ചിലരൊക്കെ വിചാരിക്കുന്നതിനെന്നറിയോ, ഒറ്റ റേറ്റാണ്, ഫിക്സഡ് റേറ്റാണ്. 2 ഒന്നിച്ചെടുത്ത ഒരു റേറ്റാണ്. റേറ്റ് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ കൊറിയർ ആണെങ്കിൽ പോലും റേറ്റ് വരുന്നത് അവർ വെയിറ്റ് നോക്കിയിട്ടോ. ഇനി മുമ്പത്തെ മോഡൽ കഴിഞ്ഞു, വേറൊരു മോഡല്. ഇവിടെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. മുമ്പ് ഇവിടെ ഒരു നെറ്റിൻ്റെ ഒരു വർക്കായിരുന്നു. ഇവിടെ ഇതിപ്പം യോക്കായിട്ട് വന്നിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നൈറ്റി കട്ടാണ്. എപ്പോഴും മാറിപ്പോകും നൈറ്റി കട്ടും ചുരിദാർ കട്ടും എന്നാണ്. അയ്യോ, നൈറ്റി കട്ട് അല്ല, ചുരിദാർ കട്ട്. ഇത് ചുരിദാർ കട്ട്. ഓ, നേവി ബ്ലൂ. എന്നെ ബഹളമല്ലേ അതിന് കിടന്നുകൊണ്ട്. ചുരിദാർ കട്ടോ എപ്പോഴും നെറ്റി പോകുന്നുണ്ടേ. നേവി ബ്ലൂ. സൈസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനും സെപ്പറേറ്റ് ചെയ്തിടാം. അജർക്ക് പ്രിന്റാ, അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അജർക്ക് അല്ലാത്ത പ്രിന്റിന് ഭംഗിയില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അജർക്ക് പ്രിന്റിനോട് എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ. ചുരിദാർ കട്ട് ഇങ്ങനെ ഹക്കോബ വർക്കും ലേസ് വർക്കും. ഇത് ഭയങ്കര ഡിമാൻഡായി നൈറ്റിക്ക്. പക്ഷെ സ്റ്റോക്ക് നമുക്ക് വളരെ കുറവാണ്. ഡാർക്ക് മെറൂണും വൈറ്റും ലേസും ഹക്കോബായും എല്ലാം കൂടെ കൂടിയിട്ട്. ഇപ്പോൾ സൈസ് ഇതെല്ലാം എക്സലാണ്. എക്സൽ ആണെങ്കിലും ഒരു സൈസ് ഉണ്ട് അത്യാവശ്യം കേട്ടോ. എക്സൽ ആണെങ്കിലും ഡബിൾ എക്സലുകാർക്കും ഒക്കെ ഇടാം. എക്സലിന് അടിച്ച് വരുന്നതേ ഉള്ളൂ, ഡബിൾ എക്സലുകാർക്കും ഒക്കെ ഇടാം. പിന്നെ വലിയ വണ്ണമാണെങ്കിൽ പറ്റത്തില്ല. ഒരു ന്യായമാണ് ഉള്ളവർക്കെല്ലാം ഇടാം. എക്സലിന് അടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതാ ഇനിയിപ്പോൾ ഇത് നൈറ്റി കട്ട്, ചുരിദാർ കട്ടല്ല, നൈറ്റി കട്ട്. എൻ സ്റ്റൈലിൻ്റെ ആണേ. ഇനിയിപ്പോൾ കൗണ്ട് കാണിക്കാൻ പോകുന്ന മുഴുവൻ എൻ സ്റ്റൈലിൻ്റെ. ഇത്രയും നേരം കാണിച്ചത് എൻ സ്റ്റൈൽ അല്ലായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എൻ സ്റ്റൈലാണ്. ഇത് സൈസ് നല്ലപോലെ ഉണ്ട് കേട്ടോ. ഡബിൾ എക്സലോ ട്രിപ്പിൾ എക്സലോ ഒക്കെ ഇടാം. എക്സൽ എന്നാ സ്ക്രീനെ എഴുതിയേക്കുന്നെങ്കിലും ഡബിൾ എക്സൽ വരെ ഇടാം കേട്ടോ. എൻ സ്റ്റൈലിൻ്റെ നൈറ്റി എക്സലിന് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീ സൈസ് ആയിട്ട് വന്നേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാന്നറിയോ, ഫ്രീ സൈസ് ആയിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു സൈസ് ആയിരിക്കും എല്ലാത്തിലും എഴുതുന്നത്, അത് അങ്ങനെയാണ്. ഇതിപ്പോൾ നൈറ്റി കട്ട് എൻ സ്റ്റൈല് അജർക്ക് പ്രിന്റ്. ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക്. ബാക്കിലത്തെ നെക്ക് കൂടെ ഒന്ന് കാണിക്കും. നെക്കല്ല, ബാക്കിലും ഇങ്ങനെ ഒരു ഫ്രില്ല് കൊടുത്തിരിക്കുക. എൻ സ്റ്റൈലിൻ്റെ നല്ല കോട്ടൺ നൈറ്റി. കണ്ടോ, നല്ല സൈസ് ഉണ്ട് ഇത്. പക്ഷെ എക്സൽ എന്നാണ് പ്രിന്റ്. പക്ഷെ ഡബിൾ എക്സലോ ട്രിപ്പിൾ എക്സലോ ഒക്കെ ഇടാം കേട്ടോ. എക്സൽ എന്നാ പ്രിന്റ്, പക്ഷെ ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും. ഡബിൾ എക്സൽ ഉറപ്പായിട്ടും പറ്റും എൻ സ്റ്റൈലിന്റെ നൈറ്റീസിനല്ല. ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എൻ സ്റ്റൈലിന്റെ നൈറ്റീസ് അല്ല, എൻ സ്റ്റൈലിൻ്റെതായിട്ട് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റീസ്. പിങ്ക് ഷെയ്ഡ്, പിങ്ക് വൈറ്റ്. ബാന്തിനി പ്രിന്റ് ഒക്കെ ആയിട്ട് വൈറ്റ്. നല്ല സൈസായി. ബാക്കിലത്തെ പ്ലീറ്റ്സ് ഒക്കെ കണ്ടോ, അത്യാവശ്യം നല്ലപോലെ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ബാക്കില്. ഇങ്ങനെ ഇതിപ്പോ ഡിസൈനിൽ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു ഷേപ്പിലാണ്
ഇതിന്റെ കട്ടിങ് പോയിരിക്കും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് തുടങ്ങാം. ബാക്കിലും അങ്ങനെ തന്നെ യു ഷേപ്പില്. അതാണോ ഇതാണോ കാണിക്കേണ്ടത്? ഇത് അഞ്ചോതെല്ലാം പറഞ്ഞു തന്നിട്ടോ. അതിന് ഡബിൾ എക്സൽ. ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റയിൽ കാണിച്ചതിനകത്ത് ഒരുമാതിരിപ്പെട്ട ഡബിൾ എക്സലുകാർക്ക്, ഒത്തിരി വണ്ണം കൂടുതലുള്ള ഡബിൾ എക്സലുകാർക്ക് പറ്റത്തില്ലായിട്ടുള്ളൂ. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം പറ്റും. ഇത് അല്ലാതെ അതിനും മുകളിൽ വണ്ണം ഡബിൾ എക്സൽ മാത്രം മതി എന്ന് പറയാൻ തോന്നുന്നവർക്ക്, അയ്യോ ഇത് എന്നാന്ന് പറയട്ടെ, ഞാൻ എന്നോക്കി പറഞ്ഞു, ഇത് കഫ്താനാ കണ്ടോ. കഫ്താൻ ഫ്രീ സൈസിലാണ്. സൈസ് എഴുതിയിട്ടുണ്ട് ഇതില്, പക്ഷെ ഫ്രീ സൈസ് ആണ്. എല്ലാം ഒറ്റ സൈസിലാണ് വരുന്നത്. ഏതെങ്കിലും ഒരു സൈസ് അടിച്ചേ വരുള്ളൂ. ഒന്ന് നല്ല കോട്ടൺ ആണ് കേട്ടോ, നല്ല കോട്ടൺ കഫ്താനാണ്. നല്ല രസമാണ്, നല്ല ഭംഗിയായിട്ട് ഇടുകയും ചെയ്യാം. ഇഷ്ടംപോലെ കാറ്റും ഒക്കെ കിടക്കും. ഒരു എന്നാ നൈറ്റി ഇട്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ഇതില്ല. നല്ല അത്യാവശ്യം സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. കഫ്താൻ ഇപ്പൊ കുർത്തിക്കാണെങ്കിലും ഭയങ്കര ഡിമാൻഡ് പിന്നെയും വരും. ഒരിടയ്ക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു, പിന്നെ അതങ്ങ് പോയായിരുന്നു. പിന്നെ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് വീണ്ടും കഫ്താൻ ഇവിടെ ഈടടിക്കൊണ്ടിരിക്കുക. അത് കുർത്തി ടോപ്പായിട്ട് ഇടാനാണെങ്കിലും ഭയങ്കര എല്ലാവരും ആവശ്യക്കാരാണ് ഒത്തിരി. നൈറ്റിക്കും അതെ. ചെറിയ ഇതൊക്കെ ഉണ്ട്. ഇച്ചിരി വലുതാന്ന് തോന്നുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. കഫ്താൻ എപ്പോഴും ഇച്ചിരി ഇതായിട്ട് കിടക്കുന്ന ഒരു ഇതാണല്ലോ, ടൈറ്റായിട്ട് നമ്മുടെ ടോപ്പ് കിടക്കുന്ന പോലെ അല്ല കിടക്കുന്നത്. ഇനി അഥവാ കൈയൊക്കെ ഇച്ചിരി ലൂസാന്ന് വല്ലതും തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി. അഞ്ചരക്ക് പ്രിന്റ് നേവി ബ്ലൂ, ഇതും നേവി ബ്ലൂ. പ്രിന്റ് വ്യത്യാസമല്ല, പ്രിന്റ് വ്യത്യാസമുണ്ട്, ഇത്തര കളറിന് വ്യത്യാസമുണ്ട്. നല്ല കോട്ടൺ ആണ്. കണ്ടോ? ഓ കഫ്താൻ ഒത്തിരി ഉണ്ടല്ലോ. മടുത്തോ എന്നൊക്കെയാണ് ഇത് പറയുന്നത് അല്ലേ. പോച്ചമ്പള്ളി ഡിസൈൻ പോലത്തെ വരുന്ന കഫ്താൻ. ഇത് പോച്ചമ്പള്ളി ഡിസൈൻ പോലത്തെ വരുന്നതെന്നേ ഞാൻ പറഞ്ഞുള്ളേ. എനിക്കതിനകത്ത് നോക്കി പോച്ചമ്പള്ളി ഡിസൈൻ ആകും. പക്ഷേ പോച്ചമ്പള്ളി അല്ല, ഇക്കത്ത് പ്രിന്റ് അജ്രക്ക്. നേവി ബ്ലൂ. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, ഫ്രോക്ക് നൈറ്റി. ഇനിയിപ്പോൾ അതും കൂടെ കാണിച്ചേക്കാം. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ ഫ്രോക്ക് നൈറ്റി. ഭയങ്കര ഇഷ്ടമാണല്ലോ. കണ്ടോ, ഇങ്ങനെ പഫ് സ്ലീവ് പോലെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെയാണത് നൈറ്റി. ഇത്രേ ഉള്ളൂ ലെങ്ത്ത്. ബാക്കിൽ കെട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ കെട്ട് ഇല്ല, ഇത് ബാക്കിൽ കെട്ടണമെങ്കിൽ കെട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് സൈസ് പല സൈസുണ്ട്. ഇതിപ്പോൾ എൻ്റെ സൈസ് നോക്കിയിട്ട് പറയാവേ. ഇത് ചെറിയ സൈസാണ്, മീഡിയം സൈസാണ്. ഇപ്പോൾ പിള്ളേർ ടീനേജ് പിള്ളേർക്കൊക്കെ വീട്ടിലും ഹോസ്റ്റലിൽ ഇപ്പോൾ കോളേജൊക്കെ അടച്ചല്ലോ, അങ്ങനെയുള്ളതാണ് മീഡിയം സൈസ്. വീട്ടമ്മമാർക്ക് മീഡിയം സൈസ് പോരാ, അല്ലാതെ എടുക്കണം. എക്സലൊക്കെ മതി. വീട്ടമ്മമാരെന്ന് മാത്രമല്ല, ഇപ്പോൾ ടീനേജുകാരും എല്ലാം ഇടുമല്ലോ, എല്ലാവരും ഇടുമല്ലോ. ഇത് അടുത്തത് കണ്ടോ, നല്ല വീട്ടിലിടാൻ നല്ല ഫ്രോക്കായിട്ട് ഇടാൻ നല്ല രസമാണ്. നല്ലൊരു ലുക്കും ഉണ്ട്. ഇടാൻ നല്ല സുഖമായിട്ട്. ഞാനത് മാത്രമാണ് നോക്കുന്നത്. ലാർജ് സൈസ് അജ്രക്ക് പ്രിന്റ്. ഇത്തരം അടിയിലെല്ലാത്തിനും ഇങ്ങനെ ഈ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ ലെങ്ത് എടുത്ത് ചോദിക്കരുത്, അങ്ങനെ അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു 3/4 പോലെ നിൽക്കുന്നത്, 3/4 ഇട്ട പോലെ. ഓവർ പൊക്കം ഉള്ളവർക്ക് അങ്ങനെ നിൽക്കത്തില്ല.
ഒരു മുട്ടിനെ കഴിഞ്ഞും കുറച്ച് താഴെ നിൽക്കത്തുള്ളൂ. അല്ല പൊക്കത്തിനനുസരിച്ച് അതിന് വ്യത്യാസം വരും. കൈ ഇങ്ങനെ കുടുക്കക്കൈ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്, കുടുക്കക്കൈ. ഇത് മീഡിയം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, ചെറുതാ. എല്ലാം കൂടെ എടുത്ത് വെക്കണ്ടായിരുന്നു. സൈസ് അനുസരിച്ചാണോ ഇല്ലയോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് വലുതാ, ലെങ്തുണ്ട്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടാവൂലോ. ഇതൊക്കെ വലുതാ. വയലറ്റ്, ചെക്ക് ഡിസൈൻ. ഇതൊരു ഫ്രോക്ക് നൈറ്റിയാണ്. ബാക്കിലും ഇങ്ങനെ പ്ലീറ്റ്സ്, ഫ്രണ്ടിലും പ്ലീറ്റ്സ് ഉണ്ട്. ഇപ്പൊ കാണിച്ച മിക്കതിലും അങ്ങനെ പ്ലീറ്റ്സ് ഇല്ല. ഇതിന് ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ പ്ലീറ്റ്സ് ഉണ്ട്. തനി ഫ്രോക്ക് പോലെ തന്നെ. ചെക്ക്, അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നൈറ്റി. നിങ്ങൾ ഇപ്പം ഒരു രണ്ടെണ്ണത്തിനൊക്കെ ഒറ്റ ഷിപ്പിംഗ് ചാർജേ വരത്തുള്ളൂ. 4, 5, 10 ഒക്കെ വാങ്ങിച്ചോളുക. നമ്മൾ നൈറ്റിയൊക്കെ വല്ലപ്പോഴും സ്ഥിരം കാണിക്കാറില്ല. എന്നാലും നൈറ്റി കാണിക്കുമ്പോഴെല്ലാം നല്ല ആവശ്യക്കാരാണ്, ഇഷ്ടം പോലെ ആവശ്യക്കാരാണ്. ഞാൻ ഒരുമാതിരിപ്പെട്ട മോഡലെല്ലാം കാണിച്ചു. ഇനി ഞാൻ സ്റ്റൈലിൻ്റെ പ്രൈസ് റേറ്റ് കൂടിയത് മാത്രമേ ഉള്ളൂ കാണിക്കുന്നത്. അത് വേറെ ദിവസം കാണിക്കാം കേട്ടോ. നൈറ്റിക്ക് എക്സ്ചേഞ്ച് റിട്ടേണും ഒന്നുമില്ല കേട്ടോ. പിന്നെ ഓരോന്നിൻ്റെ ലെങ്ത് വിഡ്ത്ത് അത് നമുക്കറിയത്തില്ല. ഒരു എക്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിനകത്ത് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് സൈസ് ചിലത് മറ്റുള്ളവർക്ക് കൂടി ഇടാം, ഡബിൾസിലാർക്കും ഇടാം എന്നുള്ളത്. അങ്ങനെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോളുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.